നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചട്ടക്കൂടിൽ ജീവിക്കുന്ന ചില നിയമവ്യവസ്ഥകളനുസരിച്ച് ജീവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. തോന്നിയതുപോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ പഠിക്കുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ വളരേണ്ടത്, അവൻ്റെ സന്താനങ്ങളെ, അവനോട് ബന്ധപ്പെട്ട അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളൊക്കെ ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ വെറും ദീനിയായ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം സാധിക്കൂല എന്നത് പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണയാണ്. മനുഷ്യന് അല്ലാഹു തആല കാണിച്ചു തന്ന പാതയിലൂടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യതയും നമ്മുടെ കടമയും. അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിരിക്കുക, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ദുനിയാവും ആവശ്യപ്പെടണം, ആഖിറവും ആവശ്യപ്പെടണം. വെറും ദുനിയാവ് മാത്രം ആവശ്യപ്പെടുക എന്നത് ഇസ്ലാമും ദീനും അംഗീകരിക്കുന്ന കാര്യമല്ല. എന്നാൽ വെറും ആഖിറം മാത്രം ആവശ്യപ്പെടുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു ദുആ ആരും പറഞ്ഞതായിട്ടും അതിനെപ്പറ്റി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. മൊത്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിധത്തിലാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദുന്യാവും ആഖിറും കൂടിയിട്ട് ആവശ്യപ്പെടുന്ന ഒരാളുകൾ അവർ നല്ല ആൾക്കാരാണ് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ വെറും ദുന്യാവ് മാത്രം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശരിയായ മാർഗമല്ല എന്നും നമ്മെ പഠിപ്പിച്ചു. വെറും ആഖിറത്തിനെ മാത്രം ചോദിക്കുക എന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അങ്ങനൊരു സംഭവമില്ല. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് വേണം, ആഖിറത്തിൻ്റെ മസ്റഅത്തായിട്ട് ദുന്യാവ് വേണം എന്നാണ് ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫഖർ കുഫറിലേക്ക് കൂട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നബി തങ്ങൾ ഫഖറിനെ തൊട്ടിയപ്പോഴും കാവൽ തേടിയിരുന്നു. എന്നാൽ വലിയ ആഡംബരത്തിൽ ജീവിക്കലിനെ നബി തങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നില്ല. മിസ്കീന്മാരോട് കൂടെ കൂടി ജീവിക്കണം, മിസ്കീന്മാരോട് കൂടെ സഹവർത്തിക്കണം, മിസ്കീനായി മരിപ്പിക്കണം എന്നൊക്കെയുള്ള ദുആ റസൂലുള്ളാഹി വലിയ ആഗ്രഹത്തോടു കൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുന്യാവും ആഖിറം കൂടിയുള്ള ഒരു ജീവിതമാണ് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമായത്. അങ്ങനെ വരുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനെ എതിർക്കുക എന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് യോജിച്ച കാര്യമല്ല. പിന്നെ നാം ചെയ്യേണ്ടത് എന്താ? വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നതിന് പകരം ആ ഭൗതിക വിദ്യാഭ്യാസത്തിനൊരു താങ്ങും തണലുമായി ആത്മീയ വിദ്യാഭ്യാസവും നൽകുക. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഒരു 10-30 വർഷം മുന്നേ അന്ന് ഇതുപോലെയുള്ള നമ്മുടെ സമുന്നയ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല വിപുലമാവാത്തൊരു ഘട്ടം. അന്ന് വലിയ മാർക്കോടുകൂടെ എൻട്രൻസ് പാസ്സായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് വേണ്ടി ചേർന്ന ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ നല്ല മാർക്കോടുകൂടെ തന്നെ അയാളുടെ MBBS വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിൽ വന്നപ്പോൾ അന്ന് അയാൾക്ക് നാട്ടിൽ വലിയ സ്വീകരണം കൊടുത്തിരുന്നു. ആനയും അമ്പാരിയും കൊട്ടും കൂരയും എന്നൊക്കെ സാധാരണ പറയുന്നത് പോലെ തന്നെ ജനങ്ങളെല്ലാവരും സംഘടിച്ച് വലിയൊരു ഘോഷയാത്രയായി അങ്ങാടിക്കൂടെ അയാളെ വലിയ ബഹുമാനത്തോടുകൂടെ അന്ന് അയാൾക്ക് വലിയൊരു സ്വീകരണം നൽകി. അയാൾ സാമ്പത്തികമായി കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഉന്നത വിദ്യാഭ്യാസം ഉദ്ദേശിച്ചതുകൊണ്ട് യൂറോപ്പിൽ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി അയാൾ പോകുകയാണ്. ബ്രിട്ടനിൽ പഠിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് അയാൾ 4-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ യൂറോപ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ആഖിറത്തിനെ പറ്റി യാതൊരു ചിന്തയൊന്നുമില്ലല്ലോ. തോന്നുന്നത് പോലെ ജീവിക്കുക, കണ്ടതൊക്കെ ചെയ്യുക, കേട്ടതെന്താ അവിടെയൊക്കെ എത്തിപ്പെടുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ അവരുടെ അവസ്ഥ. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്ത് അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യൂറോപ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെറും ദുന്യവിയായ ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ യൂറോപ്പിൽ പോയി പഠിച്ച കാരണം കൊണ്ട് തന്നെ അവരുടെ സംസ്കാരങ്ങളൊക്കെ അയാളിൽ വന്നു ചേർന്നു. അക്കാലത്ത് നമ്മുടെ നാട്ടിലൊന്നും ഇത്ര വലിയ ലഹരിക്ക് അടിമപ്പെട്ട ഒരവസ്ഥയായിരുന്നില്ല. എന്നാലും ചെറിയ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന തുച്ഛം കുറച്ച് ആളുകളുള്ള ആ കാലഘട്ടത്തിൽ വലിയ വലിയ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് കാണുന്ന പോലെയുള്ള ആ ലഹരിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ യൂറോപ്യന്മാരുടെ ആ സ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട് നടക്കുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത്. അയാൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയതിൻ്റെ പുറമെ ഈ ലഹരിക്കും അയാൾ അടിമപ്പെടുകയാണ്. അങ്ങനെ അയാൾ വലിയ ഡോക്ടറൊക്കെയായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ നാട്ടിൽ കിട്ടുന്ന ലഹരി അയാൾ ഉപയോഗിച്ചിരുന്ന ലഹരിക്ക് മതിയാവാത്ത നിലക്കായപ്പോൾ ആദ്യമൊക്കെ ചെറുങ്ങനെ അറിയാത്ത വിധത്തിലാണ് അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നത്. പിന്നെ താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അയാൾ ലഹരിക്കടിമപ്പെട്ടവനായതുകൊണ്ട് തന്നെ ബാറിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ചെന്ന് അയാൾക്ക് എത്രയാണോ ലഹരി ഉപയോഗിക്കാൻ പറ്റുക അത്രമാത്രം ഉപയോഗിച്ച് നാട്ടിലാകെ പരസ്യമായൊരവസ്ഥ അയാൾക്കുണ്ടാവുകയാണ്. സദാസമയവും ബാറിൽ, ഏത് സമയവും അയാൾ ബാറിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ ജനങ്ങളാൽ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരവസ്ഥ വരികയും ഒരു കാലത്ത് ആനയും വലിയ കൊട്ടും കുരവയുമൊക്കെയായി അയാളെ സൽക്കരിച്ചിരുന്ന നാട്ടുകാർ തന്നെ അയാളെ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കൽ തുടങ്ങി. എന്തായിരുന്നു ഈ കാര്യത്തിൻ്റെ അവസ്ഥ? ഇങ്ങനെ തരം താഴ്ന്നു പോകാനുള്ള കാരണം എന്താ?
വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം, ആ പഠിപ്പ് മാത്രമാണ് അയാൾക്കുണ്ടായത്. അത് പോരാ. നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ആത്മീയമായുള്ള ഒരു വളർച്ചയും ഒരു താങ്ങും തണലും നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ ദർസ്, അതേപോലെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം തന്നെ ആത്മീയമായൊരു താങ്ങും തണലും നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്നത് നമുക്ക് ആവശ്യം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൽമും പഠിക്കൽ അവനക്ക് ആവശ്യമാണ്. അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. മുഅ്മിനായ മനുഷ്യൻ്റെ വീണുപോയ സ്വത്തിന് സമാനമാണ് അവനക്ക് ഇൽമ്. ഏത് ഇൽമാണെങ്കിലും ഒരു വീണുപോയ സ്വത്ത് നമ്മൾ എവിടെ ചെന്നാലും അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുമല്ലോ. നമ്മളൊരു കാര്യപ്പെട്ട സ്വത്ത് നമ്മളിൽ നിന്ന് വീണ് പോയിച്ചാൽ എവിടെ നമ്മൾ ചെല്ലുമ്പോഴും അതുണ്ടോ അതില്ലേ എന്ന് അവിടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണ പോലെ മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഹിക്മത്ത് ഇൽമ് എല്ലായിടത്തും ചെല്ലുമ്പോഴൊക്കെ ഇൽമ് പഠിക്കാനുള്ള ഒരു ദ്വര, ഒരു വാസന അവനക്ക് നിർബന്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അത് ഏത് ഇൽമാണെങ്കിലും വേണ്ടില്ല. ഖുർആൻ തന്നെ തുടങ്ങിയത് തന്നെ ഇഖ്റ എന്ന് പറഞ്ഞിട്ടല്ലേ. നബിയെ തങ്ങൾ വായിച്ച് കേൾപ്പിച്ച് പഠിപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഏത് മതഗ്രന്ഥത്തിലാണ് ഫസ്റ്റിൽ അങ്ങനെ ഒരു തുടങ്ങലുണ്ടായിട്ടുള്ളതില്ല. ഇൽമിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് നമ്മുടെ മതം. ഭൗതിക വിദ്യാഭ്യാസമായാലും വേണ്ടില്ല, ആത്മീയ വിദ്യാഭ്യാസമായാലും വേണ്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും ദുന്യവിയായ ജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമായി ജീവിക്കുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് യോജിച്ചതല്ല. പിന്നെ അവൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം തന്നെ താങ്ങും തണലുമായി അവനക്ക് ഒരു ആത്മീയ വിദ്യാഭ്യാസം നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്തണമെങ്കിൽ ഇതേപോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരൽ നമുക്ക് ആവശ്യമാണ്. ഖുർആൻ പറഞ്ഞിക്കുക, നിസ്കരിക്കുന്ന ആൾക്കാർക്കാണ് നരകം എന്ന് പറഞ്ഞു. വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നരകമുണ്ട് എന്നാണ്. നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കണമാതിരി നിസ്കരിച്ചിട്ടില്ലെങ്കിലുള്ള ആ അവസ്ഥയാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഖുശൂവോടുകൂടെ നിസ്കരിക്കണം. അതിൻ്റെ ഷർത്തും ഫർളും അനുസരിച്ച് നിസ്കരിക്കണം. ഒതെടുക്കുമ്പോൾ ഇപ്പോൾ താടി വെച്ച ആൾക്കാരാണെങ്കിൽ താടിയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളമാക്കിയിട്ട് ഒതെടുക്കണം. വെള്ളമാക്കാതെ താടിയുടെ ഉള്ളിലൊന്നും വെള്ളമാക്കാതെ ഒരുത്തൻ ഒതെടുത്തിണ്ടിച്ചാൽ ഒതു ശരിയാവില്ല. ഒതുമില്ലാതെ നിസ്കരിച്ചിണ്ടിച്ചാൽ ഹറാമാ. അപ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാർ ഈ ഷർത്തുകളൊന്നും പാലിച്ചിട്ടില്ലാച്ചാൽ ഹറാമ് ചെയ്തോനാകും. അപ്പോൾ അതൊക്കെ പഠിക്കൽ നമുക്ക് നിർബന്ധമല്ലേ. നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ ഷർത്തനുസരിച്ചും ഫർളനുസരിച്ചും നിസ്കരിച്ചിട്ടില്ലാച്ചാൽ ആ നിസ്കാരം നമുക്ക് നരകത്തിലേക്കുള്ള ഒരു മാർഗമായി തീരും എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നിസ്കാരം തന്നെ നമുക്ക് തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ എന്ന നല്ലപോലെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുക, വെടക്ക് കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ നിരോധിക്കും നിസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് എല്ലാ വിദ്യാഭ്യാസ മേഖലകളും ഉണ്ടാകുന്നതിൻ്റെ പുറമെ തന്നെ ആത്മീയമായ ഒരു ചൈതന്യം അവനക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര അബവാനി യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി. അല്ലാഹു തആല കുട്ടികളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നല്ല നിലക്കും ഈമാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥയിലുമാണ്
നല്ലതുപോലെ വളരാനുള്ളൊരു പക്വതയിലാണ് കുട്ടികളൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കിയിരിക്കുന്നത്, സൃഷ്ടിക്കുന്നത്. ഓൻ്റെ വാപ്പാരാണ് ഓനെ വെടക്കാക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ കുട്ടികളെ നാം ബാർബർ ഷാപ്പിൽ കൊണ്ടുപോകും. എന്നിട്ട് ഏതോ ഒരു ജൂതൻ ഓൻ്റെ മുടി എങ്ങനെയാണോ വെട്ടിയത് അതേപോലെ വെട്ടാൻ വേണ്ടി ആ കുട്ടിയെ ബാർബർ ഷാപ്പിൽ പോയി കസേരയിൽ ഇരുത്തിയിട്ട് ഇപ്പം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടണം. ചെറിയ കുട്ടിയാണ്, കുട്ടിക്കൊന്നും അറിയില്ല. അടുത്ത പ്രാവശ്യം കുട്ടീനെ പോകുമ്പോൾ ഉപ്പ അതേപോലെ ബാർബറോട് പറയും, അവിടെ ചെത്തണം ഇവിടെ ചെത്തണം ഇവിടെ ഇങ്ങനെ നിർത്തണം എന്നൊക്കെ. ഏതോ ഒരു ജൂതൻ ചെയ്ത ഒരു പണിക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടീനെ അങ്ങനെ ആക്കുക. ഈ 2 പ്രാവശ്യം കുട്ടീനെ അങ്ങനെ ചെയ്താൽ 3ാമത്തെ പ്രാവശ്യം കുട്ടി സ്വന്തം പറയൽ തുടങ്ങി, അങ്ങനെ വെട്ടണ്ട ഇങ്ങനെ വെട്ടണ്ട, ഇന്നാൾ വാപ്പ പറഞ്ഞ മാതിരി എന്നെ വെട്ടിത്തന്നാൽ മതി എന്ന് കുട്ടി പറയൽ തുടങ്ങി. ശരിയല്ലേ? അബവാനി യുഹവ്വിദാനി വയുനസ്സിറാനി. കുട്ടികളൊക്കെ നല്ല നിലക്ക് വളരാനുള്ള പക്വതയും പാകതയിലുമാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മക്കളെ കേടുവരുത്തുന്നത് വാപ്പാരാ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മക്കൾ വാപ്പാനെ പറ്റി പറയും. മഹ്ശറയിൽ ചെല്ലുമ്പോഴേ, എൻ്റെ വാപ്പാക്ക് ഞാനിങ്ങനെ പ്രയാസവും വിഷമങ്ങളൊക്കെ വാപ്പാക്ക് ഉണ്ടാക്കി തന്നത് വാപ്പയായതുകൊണ്ട് എനിക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി അദാബിൻ്റെ വാപ്പാക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് മക്കൾ കേടായിട്ട് ദ്വാരക്കണ ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കാവശ്യമുള്ളത് നമ്മളെ മക്കളെ നല്ല നിലക്ക് ഭൗതികമായിട്ടും ആത്മീയമായും വളർത്തുന്ന ഒരു ജീവിത ശൈലിയിൽ നമ്മളെ മക്കളെ കൊണ്ടുവരണം. അതിനാണ് ഇതുപോലെയുള്ള ദർസുകൾ നാം സംഘടിപ്പിക്കുന്നത്. ആ ദർസിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ കടമയാണ്, വളരെ അത്യാവശ്യമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ദർസിനെ എല്ലാ നിലക്കും റാഹത്തും സന്തോഷത്തിലുമായിട്ട് വളർത്തട്ടെ.